നിങ്ങൾ അണ്ണനും തമ്മിയും തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത 2,50,000 രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ അറിവിൽ അത്ര വലിയ കള്ളന്മാരൊന്നും ഈ നാട്ടിലില്ല. കാശടിച്ച് മാറ്റിയിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാന്നേ. അമ്പലത്തിലെ കാശെടുത്തവൻ പലിശ കൊടുത്തോണം പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ വന്നപ്പോ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. യഥാർത്ഥ കള്ളം വേറെ ആരുമല്ല, ഇവൻ തന്നെയാ. ക്ഷമിക്കുന്നതിനൊരു അതിലൊക്കെ ഉണ്ട്. വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, കമ്മിറ്റിയാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യടാ? കട്ടുമുടിച്ചിട്ട് അഹങ്കാരം പറയാൻ നിന്റെ നട്ടിൽ ഞാൻ ചവിട്ടി അച്ചുവേട്ടനെ കുറിച്ച് ഇന്നവരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കല്ലേ. നീയൊക്കെ നാട്ടുകാരെ കാശെടുത്ത് നക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടായിരിക്കോടാ. നിന്റെയൊക്കെ ചെപ്പയ്ക്കൊന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ. എന്റെ ഭാരത, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കേസൊന്നും ഉണ്ടായി. കാശെണ്ണി വെക്കാതെ ഈ പൊട്ടനെ ഈ കമ്മിറ്റി വിടുന്ന പ്രശ്നമില്ല. അത് ഭരതം പറഞ്ഞു ശരിയാ. അതെ. അച്ചു ഇങ്ങനെ മിണ്ടായിരുന്നാൽ എങ്ങനെയാ? കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അച്ചു ഇതിന് സമാനം പറഞ്ഞു ഒക്കൂ. അച്ചുവിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമുള്ള കാശ. ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാരോടുത്ത കാണിക്കയാ. അതേ തൊട്ട് കളിച്ചാ നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോവും. സത്യം പറ, നീ ആ കാശെടുത്ത് മറിച്ചതാണോ? ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ. ജീവനുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം കാശ് തരാന്നാ അച്ചു പറഞ്ഞത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഒരു പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ? അപ്പുനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചിക്കാ? പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞത്. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പോണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പ്. ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போமா. கண்ணா, அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயா வணக்கம் ஐயா. என்ன முத்துச்சாமி, கோவில் ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா, வாங்கடா. போ போ. அக்கா, முத்துச்சாமி அழகா வாசிக்கிற. அண்ணா லட்டு. சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. அந்த கல்யாணத்துக்கு நீ எதுக்குடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு, மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை உங்க எனிமி அப்பு.
മതി, ഇനി അവനെ പിടി. ചിത്തപ്പ എന്ത് പൂരം കാണാൻ നിക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. ടാറ്റാ. അയ്യോ വിടടാ, ഓടിടാ എല്ലാരും. അപ്പു ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളാരോടും പൊള്ളാച്ചി അപ്പു എന്ന് ചോദിച്ചാൽ മതി, അപ്പ അണ്ണനെ കാണിച്ചു തരും. அந்த பொள்ளாச்சி அப்புன பாத்திருக்க? ஏண்டா கண்ணு தெரியாதா? பக்கத்து பாடா. അപ്പൂണാ വണക്കോണാ. ഇങ്ങോട്ട് വന്നേ. നടക്ക്, നടക്കങ്ങട് കേറ്. നീ ഇതിലിരുന്നാ മതി, ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല. പാടാ. പട്ടിന്നാ ദേ കുരച്ചു. കുരയ്ക്കും പട്ടി കടിച്ചു പറിക്കുമെന്നാണ് പ്രണാമം.